ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ അധികമായി രുചിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു ദിവസമായി ദിനമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന അത്ഭുതത്തിൻ്റെ ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3 അധ്യായം 8 വാക്യം, ഞാൻ നിൻ്റെ പ്രവൃത്തിയെ അറിയുന്നു. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് നമ്മുടെ ഹൃദയതലങ്ങളിൽ വെളിപ്പെടുത്തുക. ഇതാ, ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവം എന്ത് ചെയ്യുന്നു എന്നും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നും കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നും വെളിപ്പെടുത്തുന്ന കർത്താവ് തൻ്റെ ഭക്തരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇന്നും പ്രവർത്തിപ്പാൻ മതിയായ ദൈവം, ശക്തനായ ദൈവം ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. തുറക്കുമെന്നൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ദൈവം ചെയ്യുമെന്നൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. എപ്പോൾ എന്ന് അറിയത്തില്ല, ഏത് സാഹചര്യത്തിൽ എവിടെയെന്നറിയത്തില്ല. ഇപ്രകാരം ജീവിതത്തിൻ്റെ സ്ഥിതിയിലേക്ക് ആ വാതിലിനെ അന്വേഷിച്ച ദൈവത്തിൻ്റെ ആ പദ്ധതിയെ ആരായുന്ന ഒരു സമയം ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായി ദൂത് വെളിപ്പെടുത്തുക. ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലെ, വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാക്കുന്ന ദൈവത്തിൻ്റെ ശക്തവും ആഴമായ ഇടപെടൽ ഈ ദിവസങ്ങളിൽ കണ്ട് സന്തോഷിക്കത്തക്ക നിലയിൽ കർത്താവ് സാഹചര്യങ്ങളുടെ മേൽ ഒരത്ഭുതം വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുക. ഒരു വാതിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നു. നമ്മുടെ അവസ്ഥയും സാഹചര്യങ്ങളും കാണുന്ന ദൈവം ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോട് ഇന്ന് ഈ ദൂത് കർത്താവ് പകരുക. ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ആകുലപ്പെടുന്ന ആ വിഷയത്തിന്മേൽ ഒരു വഴി ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ആ വിഷയത്തിന്മേൽ ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലെ, തിരുവെഴുത്ത് പറയുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ദൈവം തുറന്ന വാതിലിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ദൂത് തലമുറയ്ക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നു വെച്ചിരിക്കുക. കർത്താവ് തുറക്കാൻ പോവുകയല്ല, ദൈവം ചെയ്യാൻ പോകുകയല്ല, ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത് കണ്ണാൽ കണ്ട് ആ വാതിലൂടെ അകത്ത് പ്രവേശിക്കുന്ന വലിയേറിയ വാഗ്ദത്തങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദിവസമായി മാറത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ കർത്താവിത അനുകൂലമാക്കാൻ പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പരിശ്രമിച്ചില്ലേ? അവിടെയെല്ലാം പരാജയപ്പെട്ടു. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ശ്രമിച്ചു ഒരു വാതിൽ തുറന്നു കിട്ടുവാൻ. ആ വാതിൽ അതിനകത്ത് പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിലെല്ലാം അത് നഷ്ടപ്പെട്ടു പോയ ആ സാഹചര്യത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്, ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ദൈവം
നീതിമാനാ, ദൈവം വിശ്വസ്തനാ, ദൈവം അത് വെളിപ്പെടുത്താതിരിക്കത്തില്ല. നമുക്ക് തുറക്കാൻ പറ്റാത്തത്, മാനുഷികമായി തുറന്നു കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തത് ദൈവം തന്നെ തുറന്നു വച്ചിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയാ പരിശുദ്ധാത്മാവ് ഇന്ന് അതിശക്തമായി വെളിപ്പെടുത്തുന്നത്. ആർക്കും അതിനെ അടച്ചുകൂടാ. കാരണം ദൈവം തുറന്നതാ. മാനുഷികമായി തുറന്നതിക്ക് ഒരുപക്ഷെ അടയും, മാനുഷികമായി തന്നെ അടഞ്ഞു പോകും. എന്നാൽ ദൈവം തുറന്നത് ഒരു ശത്രുവിനോ ഒരു വ്യക്തിക്കോ ഒരു മനുഷ്യർക്കോ അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂതിത, ദൈവം തുറന്നിരിക്കുന്ന വാതിലാണോ, ആർക്കും അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പൈതലെ, എപ്പോൾ ആ വാതിൽ അടയും, എപ്പോൾ ആ വാതിൽ എൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടും എന്ന് ചിന്തിച്ച് ദുഃഖിക്കുന്നവരോട് ദൈവത്തിൻ്റെ ശബ്ദവിധ, ദൈവമാണോ തുറന്നു വച്ചിരുന്നത്? നിശ്ചയവാ, ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് വിശ്വസിച്ച് ദൂതേറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാനത് കാണും. ഈ ദിവസങ്ങളിൽ ഞാൻ ആ നന്മ അനുഭവിക്കും. എൻ്റെ തലമുറ ആ നന്മ അനുഭവിക്കും. ആഴമായി കർത്താവിനെ വിശ്വസിക്കട്ടെ. അതുപോലൊരു അത്ഭുതം കൺമുമ്പിൽ ഇതാ വേഗത്തിൽ കർത്താവിൻ്റെ ശക്തിയുടെ ഭുജം ചലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവുക. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥ, സാഹചര്യങ്ങൾ കർത്താവേ, ഇന്ന് കേൾപ്പിച്ച സന്തോഷത്തിൻ്റെ ദൂത്, ആലോചന കർത്താവേ, വിശ്വസിക്കുക, ആ വാഗ്ദത്തം കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവിക വിടുതൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതികൾ ഓരോ ജീവിതങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. കർത്താവ് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ സൗഖ്യങ്ങൾ, വിടുതലുകൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.